ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണ്. ഒരിക്കൽ പോലും നമ്മെ വിട്ട് പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരു ദൈവം. നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും തൻ്റെ ഹിതം നിവർത്തിപ്പാൻ ഇഷ്ടപ്പെടുന്ന ദൈവം. നാം അനുവദിച്ചല്ലാതെ, നാം വിശ്വാസത്തോടെ ചുവടുകൾ വെച്ചല്ലാതെ ദൈവത്തിന് നമ്മെ സഹായിക്കാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ ഞാൻ ദൈവത്തിന് എല്ലാ മഹത്വവും എല്ലാ സ്തുതിയും ഈ സന്ധ്യാസമയം അർപ്പിക്കുകയാണ്. ഉറങ്ങുന്നവർ എന്നുള്ള പരമ്പരയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നതിൻ്റെ 7ാമത്തെ സെഷനിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. നാം കുറിവാക്യമായിട്ട് വായിച്ച വാക്യം ഇതാണ്. റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11 മുതൽ. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. സമയം വളരെയധികം വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ദുഷ്കാലമാകിയാൽ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുക എന്ന് എഫെസ്യ ലേഖനത്തിൽ നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. സമയം നമുക്ക് മുമ്പിൽ നന്നായി വന്നിട്ട് എല്ലാം ശരിയായിട്ട് എല്ലാം ശാന്തമായിട്ട് കാറ്റും കോളും തിരമാലയും എല്ലാം അടങ്ങിയിട്ട് ശാന്തമായൊരു അനുഭവം ഉണ്ടായിട്ട് ചിലതൊക്കെ ചെയ്യാമെന്ന് വ്യാമോഹിച്ച് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വളരെയധികം അത് ഫൂളിഷ്നെസ്സാണ്, അത് മൗഢ്യമായ ചിന്തയാണ്. അങ്ങനെ ഒരു സമയം ഇനി ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാനോ ചിന്തിക്കാനോ സാധ്യമല്ലാത്ത ഒരു അവസ്ഥയിൽ കൂടാണ് ഇന്ന് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലഭിക്കുന്ന സമയങ്ങളിൽ ദൈവനാമ മഹത്വത്തിനായിട്ടും കർത്താവിൻ്റെ വചനധ്യാനത്തിനായിട്ടും കർത്താവിനോട് കൂടുതൽ അടുക്കുന്നതിനായിട്ടും കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുന്നതിനായിട്ടും ഭക്തിയോടെ ഭയത്തോടെ വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കുന്നതിനായിട്ടും നാം നമ്മെ തന്നെ ഒരുക്കേണ്ട സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ. ദൈവവചനം തന്നെ നമ്മെ ധാരാളം കാര്യങ്ങൾ ഓർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണല്ലോ ഇത്. നമ്മളെ കാണുകയുണ്ടായി എപ്പോൾ ഉണരണം, എന്ത് ധരിക്കണം, എങ്ങനെ നടക്കണം. പ്രാർത്ഥിപ്പാൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടുപോയി കുറേ നേരം പ്രാർത്ഥിച്ച ശേഷം കർത്താവ് വന്നപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, ശിമോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടായുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. ഈ ഭാഗവും നാം ചിന്തിക്കുകയുണ്ടായി. അതിനുള്ള ബന്ധത്തിൽ തന്നെ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഇടയായല്ലോ. ഒന്ന്, നാം പരീക്ഷയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ നാം ഉറങ്ങാതിരിക്കണം. നാം ഉറങ്ങാതിരിക്കുന്നത് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഉറങ്ങാതിരിക്കുന്നത് കൊണ്ട് കർത്താവിനെ തള്ളിപ്പറയാൻ നമുക്ക് സാധിക്കത്തില്ല. രണ്ടാമത്, പിശാചിൻ്റെ കയ്യിൽ ഒരു ആയുധമായി ശിമോൻ തീരുവാനിടയായിത്തീർന്നു. കർത്താവ് തന്നെ ഒരിക്കൽ ചോദിച്ചല്ലോ, ശിമോനെ ശിമോനെ, സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. അപ്പോൾ പിശാചിൻ്റെ കയ്യിൽ ഒരു ആയുധമായി തീരുവാതിരിപ്പാൻ, പിശാച് നമ്മളെ എടുത്ത് അമ്മാനമാടാതിരിപ്പാൻ, തട്ടിക്കളിക്കാതിരിപ്പാൻ, നമുക്കിഷ്ടമില്ലാത്ത വഴികളിലേക്ക് നമ്മളെ കൊണ്ടുപോകാതിരിപ്പാൻ നാം ആത്മിക ഉറക്കം, ആത്മിക മന്ദത വെടിയേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് മൂന്നാമത്തെ ഒരു പോയിന്റ് നമ്മൾ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവിൽ ശരണപ്പെട്ട് നമുക്ക് മുമ്പിൽ ഒരു വലിയ അപകടം പതിയിരിപ്പുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ബൈബിള് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഈ കാര്യങ്ങളെ പ്രതിപാദിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. വളരെ ഭയങ്കരമായ ഒരു അപകടത്തിന് മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത്. എന്നാൽ നമുക്ക് അല്പം ശ്രദ്ധാലുവായിരിക്കാമെങ്കിൽ, അല്പം ജാഗരൂകരായിരിക്കാമെങ്കിൽ, അല്പം അലർട്ടായിരിക്കാമെങ്കിൽ, കെയർഫുൾ ആയിരിക്കാമെങ്കിൽ ഈ അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. അതിന് വേണ്ട എല്ലാ ഒത്താശയും എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാ സൗകര്യങ്ങളും കർത്താവ് നമുക്ക് ചെയ്യുവാൻ ഒരുക്കമാണ്, ചെയ്തിട്ടുണ്ട്, തന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതെല്ലാം തന്നുകൊണ്ടിരിക്കുന്നു എന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞില്ലേ? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താൽ നമ്മെ നിറച്ചിരിക്കുന്നു എന്ന് നമ്മളോട് പറഞ്ഞില്ലേ? നമുക്ക് വേണ്ടത് എന്താണ് ആവശ്യം, അതെല്ലാം കർത്താവ് പടിപടിയായി ആമേൻ സമയാസമയങ്ങളിൽ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഭൗതികമായ അപകടങ്ങളുണ്ട്, അതിൽ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. ഭൗതിക അപകടങ്ങൾ നമ്മൾ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? നാം നമ്മെ തന്നെ സൂക്ഷിക്കുന്ന പലപ്പോഴും നമ്മുടെ കണ്ണുകൾ തുറന്നു വെച്ചുകൊണ്ടാണ്, അല്ലേ? നമ്മുടെ കൺമുമ്പിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ
നമുക്ക് കൺമുമ്പിൽ പെട്ടെന്ന് അപകടങ്ങൾ കടന്നു വരുമ്പോൾ നാം പെട്ടെന്ന് വഴിമാറിപ്പോകുന്നു, തെന്നിമാറിപ്പോകുന്നു, അല്ലെങ്കിൽ നാം അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നു. ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നാം കണ്ണുകൾ തുറന്നിരിക്കുന്നത് കൊണ്ട്. ആമേൻ. എന്നാൽ സ്പിരിച്വൽ ഡേഞ്ചേഴ്സ് അഥവാ ആത്മീകമായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന അപകടങ്ങളെ നമുക്ക് നേരിൽ കാണണമെങ്കിൽ നമ്മുടെ ആത്മിക കണ്ണുകൾ തുറന്നിരിക്കണം. പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നില്ലേ എഫെസ്യ ലേഖനത്തിൽ, എഫെസ്യ വിശ്വാസികളുടെ കണ്ണുകൾ തുറന്നിരിക്കാനായിട്ട്, അവിടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാനായിട്ട്, ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവിനെ അവർക്ക് നൽകേണ്ടതിനായിട്ടൊക്കെ പൗലോസ് പ്രാർത്ഥിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പ്രാർത്ഥിച്ചത്? ഏറ്റവും അത്യാവശ്യമായി ഈ ലോകത്തിൽ നിന്ന് ആവശ്യമായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ആത്മിക ദൃഷ്ടി എപ്പോഴും തുറന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ലോകത്തിലെ അപകടങ്ങളെ ഒരുപക്ഷെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട്, ശാരീരിക ദൃഷ്ടി കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുമായിരിക്കാം. എന്നാൽ പിശാച് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന കെണികൾ നമ്മെ ഉപദ്രവിക്കുവാൻ, നമ്മെ ആക്രമിക്കുവാൻ, നമ്മെ വീഴ്ത്തുവാൻ, നമ്മെ താളടിയാക്കുവാൻ, നമ്മെ ഇല്ലായ്മയാക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, പിശാച് ഒരുക്കി വച്ചിരിക്കുന്ന കെണികളെ നമുക്ക് മുമ്പിൽ കാണുവാൻ കഴിയണമെങ്കിൽ നമ്മുടെ ആത്മിക കണ്ണുകളെ നാം തുറന്നു വെച്ചേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 6:12 നമ്മൾ വായിക്കുന്നില്ലേ? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതിൻ്റെ അടുത്ത വാക്യത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടത്. നിങ്ങളുടെ പ്രതികൂലത്തിൻ്റെ പ്രതിസന്ധിയുടെ നിങ്ങളെ ആത്മീക ജീവിതത്തിൽ നിങ്ങളെ അടിച്ചു വീഴ്ത്തുവാൻ, തളർത്തുവാൻ, നിങ്ങളെ ഇല്ലാതെയാക്കുവാൻ ശത്രു കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവനോട് എതിർത്ത് നിന്നേ മതിയാകത്തുള്ളൂ. യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, റെസിസ്റ്റ് ദ ഡെവിൾ ആൻഡ് ഹി ഷാൽ ഫ്ലീ ഫ്രം യു. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. അപ്പോൾ പിശാചിനോട് ഈ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് എന്ന് വെച്ചാൽ ഈ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, പൈശാചിക പോരാട്ടങ്ങൾ, പൈശാചിക വെല്ലുവിളികളുടെ നടുവിൽ വിശ്വാസത്തിൽ ഉറപ്പോടെ നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ എന്ന് പറയുന്നുണ്ട്. ആമേൻ. കാരണം പിശാച് വളരെ തന്ത്രശാലിയാണ്, ബുദ്ധിശാലിയാണ്. എന്ത്, എപ്പോൾ, എങ്ങനെ ചെയ്യണമെന്ന് ആരും അവന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നാം മണ്ടത്തരങ്ങളൊക്കെ കാണിക്കാറുണ്ട്. നാം പലപ്പോഴും മണ്ടത്തരങ്ങളിലൂടെയാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പ്രാവിനെ പോലെ, ആമേൻ, കളങ്കമില്ലാത്തവരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും ഒക്കെ ആകണമെന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ബുദ്ധിയും നമ്മുടെ വിവേകമൊന്നും എല്ലായ്പ്പോഴും ഒരുപോലെ നിൽക്കത്തില്ല. നാം മനുഷ്യരാ. നമുക്ക് നമ്മുടെ നിലവാരത്തെ എപ്പോഴും സൂക്ഷിപ്പാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരികയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകളെ എപ്പോഴും നമ്മൾ ചെവിക്കൊണ്ടു എന്ന് വരികയില്ല. അതുകൊണ്ടാണല്ലോ എഫെസ്യ ലേഖനം 4:30 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കണമെന്നാണ് ദൈവം നമ്മോട് പറയുന്നത്. തനിക്ക് ലഭിക്കുന്ന ഒരവസരം പോലും നഷ്ടമാക്കുവാൻ പിശാചിന് താല്പര്യമില്ല. ആമേൻ. നാം അവസരങ്ങളെ പലപ്പോഴും നഷ്ടമാക്കുന്നവരാ. എന്നാൽ പിശാച് തനിക്ക് ലഭിക്കുന്ന ഒരു അവസരം പോലും നഷ്ടമാക്കത്തില്ല. ആമേൻ. ഏത് രീതിയിൽ നമ്മളെ മോശമാക്കാൻ കഴിയുമോ, ഏത് രീതിയിൽ നമ്മളെ നാണം കെടുത്താൻ കഴിയുമോ, ഏത് രീതിയിൽ നമ്മളെ വീഴ്ത്താൻ കഴിയുമോ, ആമേൻ, അത് പിശാച് നോക്കിക്കൊണ്ടിരിക്കുക. ഇതെപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിവേകം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ആത്മീക നിലവാരം താഴേക്കിടയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം ആത്മീകമായ ഒരു നിഗളത്തിലേക്കോ അല്ലെങ്കിൽ ആത്മീക പാപ്പരത്വത്തിലേക്കോ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, പൊതുവെ അതിന് പറയുന്ന പേരാണ് ആത്മീക ഉറക്കം, സ്പിരിച്വൽ സ്ലീപ്പിനെസ്. ആമേൻ. സ്പിരിച്വലി ഡോർമെൻ്റ് സ്റ്റേറ്റ്. ഒരിക്കൽ നമ്മൾ അങ്ങനെ ആയിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലേക്ക് വന്ന് നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മളെ സ്പിരിച്വലി ആക്റ്റീവാക്കി, സ്പിരിച്വലി ലൈവാക്കി. സ്പിരിച്വലി ലൈവായ നമ്മൾ വീണ്ടും ഉറങ്ങുന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സർദീസിലെ സഭയോട് പറയുന്നില്ലേ,
നിനക്ക് ജീവനുണ്ട് എന്ന് നീ പറയുന്നുവെങ്കിൽ നീ മരിച്ചവനാകുന്നു. ചാവാറെ ശേഷിപ്പുകളെ ശക്തീകരിക്കാം. നിന്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ സന്നിധി പൂർണ്ണതയുള്ളതായി എനിക്ക് കാണുവാൻ കഴിയുന്നില്ല. ആമേൻ. അപ്പം നമ്മുടെ വിവേകവും നമ്മുടെ ആത്മിക നിലവാരവും ഉറക്കത്തിലേക്ക്, നിദ്രയിലേക്ക് മയങ്ങി വീണുകൊണ്ടിരിക്കുമ്പോൾ നാം അറിയാതെ തന്നെ പൈശാചിക ആക്രമണത്തിന് നാം വഴിമാറിക്കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറയുന്നത് ബി സോബർ ആൻഡ് വിജിലൻറ്റ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കർത്താവ് ഒരു ഉപമ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചായിരുന്നല്ലോ. ആ ഉപമ ഇങ്ങനെയാണ് പറയുന്നത്. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. മത്തായി 13:24. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്നു കോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചു പോയി കളഞ്ഞു. ആമേൻ. എപ്പോഴാണിത് സംഭവിച്ചത്? മനുഷ്യർ ഉറങ്ങുമ്പോൾ. നിലമെല്ലാം ഒരുക്കിക്കഴിഞ്ഞ് വിത്ത് വിതച്ചു കഴിഞ്ഞ് അന്ന് രാത്രി എല്ലാം വിതച്ചല്ലോ, എല്ലാ ജോലിയും കഴിഞ്ഞല്ലോ, സ്വസ്ഥമായിട്ട് ഇനി ഉറങ്ങാം എന്ന് പറഞ്ഞുറങ്ങിയതായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, ഉറക്കം അത് അവിടെ ഉണ്ടായിരുന്നു. ഈ ഉറക്കം അത് വളരെയധികം ഉപദ്രവകരമായി, വേദനാജനകമായി മാറി എന്നുള്ളതാണ് സത്യം. ആമേൻ. ബിക്കോസ് ഇറ്റ് വാസ് ഇൻ ദ നൈറ്റ്. നോർമലി ഉറക്കമെന്ന് പറയുന്നത് അന്ധകാരത്തോട്, രാത്രിയോട് ബന്ധപ്പെട്ടത്. ദാറ്റ് ഈസ് ദ സ്ലീപ്പിംഗ് ടൈം. വെൻ യു ആർ സ്ലീപ്പിംഗ് സ്പിരിച്വലി, the enemy shall come and do something very dangerous in your life. കാരണം പിശാചിൻ്റെ രാജ്യമെന്ന് പറയുന്നത് അന്ധകാരത്തിൻ്റെ രാജ്യമാണ്. പിശാചിൻ്റെ അവൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്, അവൻ്റെ അധികാര പരിധിയിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും അവൻ കൈയാളുന്നത്, അല്ലെങ്കിൽ അവൻ പ്രവർത്തിച്ചെടുക്കുന്നത് അന്ധകാരത്തിൻ്റെ മറവിലാണ്, ഇരുട്ടിൻ്റെ മറവിലാണ്. ആമേൻ. അതുകൊണ്ടല്ലേ യോഹന്നാന് ലേഖനം എഴുതുമ്പോഴും യോഹന്നാൻ സുവിശേഷത്തിലും ഒക്കെ പറയുന്നത് യേശു കർത്താവിൽ വെളിച്ചമുണ്ട്, അവന് ഇരുട്ടൊട്ടുമില്ലല്ലോ. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ 1-ാം ലേഖനത്തിൽ പറയുന്നു, 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും നിങ്ങൾ ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നിങ്ങൾ ഭോഷ്കു പറയുന്നു. അവൻ വെളിച്ചത്തിലിരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് അവനോട് കൂട്ടായ്മയുണ്ട്. വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. ആമേൻ. പിശാച് രാത്രിയോട്, അന്ധകാരത്തോട്, ഉറക്കത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവം നമ്മെ വെളിച്ചത്തിൽ, താവ് പറഞ്ഞല്ലോ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. കർത്താവ് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. നിങ്ങളുള്ള വെളിച്ചം ഇരുട്ടാകാതിരിപ്പാൻ നോക്കുവേൻ. ആമേൻ. അപ്പോൾ ഈ മനുഷ്യൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ശത്രു വന്ന് കോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. അതുകൊണ്ട് നാം ആത്മീകമായിട്ട് ഉണർന്നിരിക്കണം. ഇസ്രായേൽ മക്കൾക്ക് ദേശമെല്ലാം വീതിച്ചു കൊടുക്കുമ്പോൾ, അതിനു മുമ്പായിട്ട് തന്നെ മോശയുടെ നേതൃത്വത്തിലും യോശുവയുടെ നേതൃത്വത്തിലും ഒരുപാട് കടമ്പകൾ കടന്നാണ് ഇസ്രായേൽ മക്കൾ കനാൻ ദേശം അവകാശമായി കൊടുക്കാൻ അവരെ കൊണ്ടുവന്നത്. അപ്പം നമ്മൾ വിചാരിക്കും എല്ലാം സെറ്റിലായി കഴിഞ്ഞു, ഇപ്പം അങ്ങോട്ട് ദേശം അങ്ങോട്ട് അലോട്ട് ചെയ്ത് ഓരോരുത്തരുടെ പേരിൽ ആധാരം എഴുതി, പ്രമാണം എഴുതി അവരുടെ കയ്യിലോട്ടങ്ങ് അവർക്ക് അതോറിറ്റി കൊടുത്ത്, അല്ലെങ്കിൽ അവരുടെ പോക്കുവരവ് ചെയ്ത് അവരുടെ പേരിലാക്കി കൊടുത്തേച്ചാൽ മതി ഇന്ന് നമ്മൾ ചെയ്യുന്നത് പോലെ. അങ്ങനെയല്ലായിരുന്നു. എല്ലാ ഇസ്രായേൽ മക്കളുടെ ഗോത്രങ്ങൾക്കും ദേശം അവകാശമായി കൊടുത്തപ്പോൾ അവരോട് പറഞ്ഞ ഒരു കൽപ്പനയുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. നിങ്ങൾ ആ ദേശം ആക്രമിച്ച് കീഴടക്കി നിങ്ങളത് കൈവശമാക്കിക്കൊള്ളണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവിടെ അനാക്യ മല്ലന്മാർ കാണുമായിരിക്കാം, അവിടെ വലിയ വലിയ വില്ലാളികൾ കാണുമായിരിക്കാം, വീരന്മാർ കാണുമായിരിക്കാം. പക്ഷെ നിങ്ങളോടുകൂടെ നിങ്ങളുടെ കർത്താവുണ്ട്. അവൻ നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ആമേൻ. ഈ രാത്രി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ രാത്രി ഈ ഒരു അനുഭവത്തോട് ജീവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ ഉള്ളവൻ ഈ ലോകത്തെ ജയിപ്പാൻ കഴിവുള്ളവനാണ്. ഹല്ലേലൂയ. ലോകത്തെ ജയിക്കുന്ന ജയമോ നമ്മുടെ വിശ്വാസം. ആമേൻ. ഈ രാത്രി കർത്താവിനെ സ്തുതിക്കാൻ പ്രിയരെ. അപ്പോൾ പിശാചിനെ കുറിച്ച് വളരെ ഗൗരവമായി പറഞ്ഞിരിക്കുന്ന വേദഭാഗമാണ് 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ,
നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആര് വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. ആമേൻ. നിങ്ങൾക്ക് മാത്രമല്ലിത്. അടുത്ത വാക്യം, 9-ാം വാക്യം. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്ന് അറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. യാക്കോബിന്റെ ലേഖനത്തിൽ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളൂ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. റെസിസ്റ്റ് ദ ഡെവിൾ. പക്ഷെ ഇവിടെ പറയുന്നത് എങ്ങനെ എതിർത്ത് നിൽക്കണം? വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കണം. എന്ന് വെച്ചാൽ എന്തുവാ? ഉണർന്നിരുന്നു കൊണ്ട് പിശാചിൻ്റെ സകല സന്നാഹങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട്, റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട്, വിവേകത്തോടെ, പരിജ്ഞാനത്തോടെ, ആമേൻ, ദൈവത്തിൻ്റെ ശക്തിയാൽ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി വിവേകത്തോടെ നിർമ്മതനായി ഉണർന്നിരുന്നു കൊണ്ട് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി പിശാചിനെ എതിർത്ത് നിൽക്കണം. എന്നാൽ അതിൻ്റെ 10-ാം വാക്യം പറയുന്നു, 1 പത്രോസ് 5-ന്റെ, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തു തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാകും. 8-ാം വാക്യം വായിക്കുമ്പോൾ പിശാചിൻ്റെ കാര്യം കേൾക്കുമ്പോൾ നമുക്ക് പേടിയാണ്. 9-ാം വാക്യം വായിക്കുമ്പോൾ അല്പം ആശ്വാസമുണ്ട്. എനിക്ക് മാത്രമല്ല, ഇത് ഒത്തിരി പേർക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവരും ജയിക്കാനായിട്ട് ട്രൈ ചെയ്യുക, ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാലും 10-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്നെ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തും, ഉറപ്പിക്കും, ശക്തീകരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ സന്ധ്യാസമയം ഞാൻ എൻ്റെ ദൈവത്തെ അതിയായി സ്തുതിക്കുകയാണ്. നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന, നമ്മെ ഉറപ്പിക്കുന്ന, നമ്മെ ശക്തീകരിക്കുന്ന ഒരു നല്ല ദൈവം നമ്മുടെ കൂടെയുണ്ട് പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വി മസ്റ്റ് ഗാർഡ് എഗൻസ്റ്റ് ഓൾ ദ സ്പിരിച്വൽ സ്ലീപ്പിനെസ്. ആത്മിക മന്ദതയെ, ആത്മിക നിദ്രയെ, ആത്മിക ഉറക്കത്തെ നാം വളരെ സൂക്ഷിച്ച് അതിന് എഗൻസ്റ്റായിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം. നാം സ്പിരിച്വലി അവേക്കൻഡ് ആയിരിക്കണം. കാരണം നമുക്ക് മുമ്പിൽ വലിയ അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. ഹല്ലേലൂയ. ആ അപകടത്തിൽ നാം ചെന്ന് വീഴാതിരിക്കാൻ, അതിൽ ചെന്ന് ചാടാതിരിക്കാൻ, ചാടിയിട്ട് നമ്മൾ രക്ഷപ്പെടുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ ചാടാതിരിക്കണമെന്നാണ് കർത്താവ് നമ്മോട് പറയുന്നത്. വീഴാതിരിക്കണമെന്നാണ് നമ്മോട് പറയുന്നത്. കർത്താവിൻ്റെ വചനം പറയുന്നില്ലേ, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒന്ന്, നാം ബി അറ്റൻറ്റീവ് ടു ഹിസ് വോയിസ്. ദൈവശബ്ദത്തിന് ശ്രദ്ധാലുക്കളായിരിക്കണം, ചെവി കൊടുക്കണം. ദൈവശബ്ദത്തിന് എപ്പോഴും ചെവി കൊടുത്തുകൊണ്ട് അറ്റൻറ്റീവായിട്ടിരിക്കണം. നമ്മുടെ ദൈവം എപ്പോഴും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണ്. ദൈവവചനത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും നമ്മോട് വ്യക്തിപരമായിട്ടും മറ്റുള്ളവർക്ക് കൂടിയും നമ്മുടെ സാഹചര്യങ്ങളുടെ നടുവിലും, നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിലും, പ്രതിസന്ധികളുടെ നടുവിലും നമ്മോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് നേരിടുന്ന ഒന്നും ഒരു പാഠശാല അല്ലാതെയായി പോകത്തില്ല. നമുക്ക് നേരിടുന്ന സകലതും കർത്താവിൻ്റെ നാമത്തിൽ വളരുവാനുള്ള ഒരു ട്രെയിനിങ് ആണ്, അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകളെ നന്നായി വിവേചിച്ച് മനസ്സിലാക്കി പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി പ്രതികരിക്കാൻ നമുക്കൊരുങ്ങാം പ്രിയരെ. ഇബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അപ്പോൾ ഒന്നാമത്തെ, നാം വി നീഡ് ടു ബി അറ്റൻറ്റീവ്. രണ്ടാമത് നമ്മോട് പറയുന്നു, നാം ഉറങ്ങരുത്, പക്ഷേ റെസ്റ്റ് എടുക്കാം. ടേക്ക് റെസ്റ്റ്.
ബട്ട് ഡോണ്ട് സ്ലീപ്പ്. കർത്താവ് പറഞ്ഞത് ശിഷ്യന്മാരോട്, ശരീരം ജഡം ബലഹീനമത്രേ, പക്ഷെ ആത്മാവ് ഒരുക്കമുള്ളത്. നമുക്ക് ആർക്കും സ്പിരിച്വലി സ്ലീപ്പ് ചെയ്യാൻ സാധ്യമല്ല, ചെയ്യാൻ പാടില്ല. ആത്മീകമായി നാം ഉറങ്ങാൻ പാടില്ല. നാം ഉണർന്നിരിക്കണം. നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് റെസ്റ്റ് ആവശ്യമുണ്ട്. ഓക്കെ, യു ക്യാൻ ടേക്ക് റെസ്റ്റ്. ആൻഡ് മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ, കലങ്ങുമ്പോൾ, വേദനയാലും പ്രതിസന്ധിയാലും മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ നാം അതിനെ സ്വസ്ഥമാക്കാൻ അല്പനേരം ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും നമുക്ക് റെസ്റ്റ് ആവശ്യമുണ്ട്. എന്നാൽ നമ്മുടെ സ്പിരിറ്റ് ഷുഡ് ഓൾവേസ് ബി അലേർട്ട് ആൻഡ് അറ്റൻറ്റീവ്. നമ്മുടെ ആത്മാവ് എപ്പോഴും ഉണർന്നിരിക്കണം. ആമേൻ. നമ്മുടെ ബോഡിക്ക് നമ്മുടെ മൈൻഡിന് റെസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ എപ്പോഴും ഉണർത്തി വെച്ചേക്കണം നമ്മൾ. ഹല്ലേലൂയ. മൂന്നാമത്, സ്റ്റേ സ്പിരിച്വലി ഫിറ്റ്. അപ്പോൾ അറ്റൻറ്റീവ് ആയിരിക്കണം, ബോഡിക്ക് റെസ്റ്റ് കൊടുക്കണം. പിന്നീട് നമ്മൾ ബോഡിക്ക് സാധാരണ കൊടുക്കാറുള്ളത്, ബോഡി നമ്മൾ ഫിറ്റായിട്ട് സൂക്ഷിക്കും. മിതമായ ആഹാരം, മിതമായ മറ്റു കാര്യങ്ങൾ നമ്മുടെ ശരീരത്തെ ഒരു പ്രത്യേക നിലവാരത്തിൽ കൊണ്ടുപോകുവാൻ നമ്മോട് പറയുന്നു. അതിനെ നമ്മൾ സ്പിരിച്വൽ ലൈഫിലും ആപ്ലിക്കബിളാണ്. വി മസ്റ്റ് സ്റ്റേ സ്പിരിച്വലി ഫിറ്റ്. കർത്താവിനോട് ബന്ധപ്പെട്ട് നമ്മളെ ആത്മാവും പരിശുദ്ധാത്മാവും നമ്മുടെ ആത്മാവുമായിട്ട് ട്യൂണിങ്ങിലായിരിക്കണം, നല്ല ടേംസിലായിരിക്കണം. ഈ ട്യൂണിങ്ങിലായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നൽ പിടിച്ചെടുക്കണമെങ്കിൽ ആ നല്ല ട്യൂണിങ്ങിൽ അല്ലെങ്കിൽ ആ സിഗ്നൽ നമുക്ക് റിസീവ് ചെയ്യത്തില്ല. അതുകൊണ്ട് നമ്മുടെ ആത്മാവ് ഉറങ്ങിയിരിക്കുന്നു, പരിശുദ്ധാത്മാവ് എന്തൊക്കെയോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് സാധ്യമല്ല. നമ്മളെപ്പോഴും ആത്മീകമായിട്ട് ഉണർന്നിരിക്കണം. ദൈവം എപ്പോഴും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ വ്യക്തികളിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ, വചനത്തിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സമ്മർദ്ദങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, വേദനകളിലൂടെ, രോഗങ്ങളിലൂടെ, നഷ്ടങ്ങളിലൂടെ, കഷ്ടങ്ങളിലൂടെ, ക്ലേശങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന ആളുകൾ, ഒത്തിരി പ്രിയപ്പെടുന്ന ആളുകൾ, ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിലുള്ളവരായിരിക്കാം, നമ്മൾ വളരെ അടുത്ത് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, സഭയിലുള്ളവരായിരിക്കാം, ജോലിസ്ഥലത്തുള്ളവരായിരിക്കാം, അയൽവക്കങ്ങളിലുള്ളവരായിരിക്കാം, നല്ല ക്ലോസ് ആൻഡ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ആയിരിക്കാം. ഹൂഎവർ ഇറ്റ് ഈസ്, the devil, the enemy can influence you or can interfere in your life through them. അവരിൽ കൂടെ ശത്രുവിനെ പ്രവർത്തിക്കാൻ ഒരു വഴിയുണ്ടെന്ന് നാം മറന്നു പോകരുത്. ആമേൻ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ മാരകമായ വിഷം കുത്തിവെക്കാൻ, മാരകമായ അല്ലെങ്കിൽ വളരെയധികം സീരിയസ് ആയിട്ടുള്ള അപകടം ഉണ്ടാക്കുവാൻ അവർക്ക് കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആമേൻ. കാരണം അവരെ പിശാച് ഉപയോഗിക്കുന്നത് കൊണ്ട് അവരല്ല കൾപ്രിറ്റ്സ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ലേ അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ അന്ധകാര ശക്തിയോടും ദുഷ്ടാത്മസേനയോടും ഒക്കെയാണ് നമുക്ക്. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന ഇതൊന്നും കാണാൻ കഴിയുന്നതല്ല, ഇതെല്ലാം ഇൻവിസിബിളാണ്. എന്നാൽ ഈ ആളുകളെ വിക്ടിംസ് ആക്കും അവർ, ഈ പിശാച്. സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നു എന്ന് നമ്മൾ വായിച്ചിട്ടില്ലേ? ആമേൻ. നമുക്ക് ടെൻഷൻ തരാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ ചില ഉപദ്രവിപ്പാനായിട്ട്, നമ്മളെ ഓഫ് ട്രാക്ക് അല്ലെങ്കിൽ നമ്മുടെ ട്രാക്കിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിച്ച് നമ്മളെ ആത്മീക ജീവിതത്തിൻ്റെ ദിശ മാറ്റി നമ്മളെ ഡൈവേർട്ട് ചെയ്ത് മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോകാനായിട്ട്, ഡിസ്ട്രാക്റ്റ് ചെയ്യാനായിട്ട്, ഡിപ്രസ് ആക്കാനായിട്ട്, ക്ഷീണിപ്പിക്കാനായിട്ട് ഒക്കെ അവർ ശ്രമിക്കും. പക്ഷെ നമ്മൾ ഉണർന്നിരുന്നാൽ ഇതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇത് മണത്തറിയും, നമ്മൾ പെട്ടെന്ന് ഇത് മനസ്സിലാക്കും. നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കി വി ഗെറ്റ് റെഡി
ആമേൻ. ദൈവത്തിൻ്റെ ആയുധവർഗം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട് പ്രിയരെ. ഈ രാത്രി ഉറങ്ങുന്നവരെന്നുള്ള ഈ പങ്ക്തിയിൽ ഈ 7ാമത്തെ സെഷൻ നമ്മൾ പിന്നിടുമ്പോൾ ഇന്നെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്കുള്ള വളരെ വിനീതമായ ഒരു എളിയ ദൈവദാസൻ എന്നുള്ള നിലയിലുള്ള അപേക്ഷ, നിങ്ങൾ സീരിയസ് അല്ലെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും സീരിയസ് ആയി മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് ഇത് കുഴപ്പമില്ല, ഇത് നിസ്സാരമാണ്, ലഘൂവൽക്കരിച്ച് വെച്ചിരിക്കുന്ന പലതും നിങ്ങളെ ജീവിതത്തിൽ മാരകമായ വിഷം കുത്തിവെക്കാൻ സാധ്യതയുണ്ട്. ആരെയും ആ കാര്യത്തിൽ നമുക്ക് കംപ്ലൈൻറ്റ് പറയാനോ ആരെയും പഴിചാരാനോ ആരുടെ മേൽ കുറ്റം ചുമത്താനോ ഒന്നും സാധ്യമല്ല. ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ അങ്ങനെ ആകുന്നു നമുക്ക് തോന്നിയാൽ തന്നെ ആ വ്യക്തി അല്ല അതിൻ്റെ പുറകിൽ, ആ വ്യക്തിയുടെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ദുഷ്ടശക്തിയുണ്ട്, ഒരു പ്രേരക ശക്തിയുണ്ട്, ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ട്. ആമേൻ. അത് മനസ്സിലാക്കണമെങ്കിൽ നാം ഉണർന്നിരിക്കണം. ഹല്ലേലൂയ. ഈ രാത്രി ഉണർന്നിരുന്ന് കർത്താവിനോടുകൂടെ ഒരുമിച്ച് നിത്യതയിൽ പ്രവേശിപ്പാൻ, കർത്താവിൻ്റെ രാജ്യത്തിലാകുവാൻ, വിശുദ്ധിയും വേർപാടും ആചരിച്ച് വിശ്വാസത്തിൽ ഉറപ്പുള്ള മുമ്പോട്ട് പോകുവാൻ ഇന്ന് വചനം കേട്ട നിങ്ങളെല്ലാവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുവാനാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.